സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ കൂടുതൽ മെഡിക്കൽ സീറ്റ് അനുവദിക്കുന്നതിന് ബിജെപി നേതാക്കൾ കോഴ വാങ്ങിയെന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. എസ്ആർ മെഡിക്കൽ കോളേജ് ഉടമ ആർ ഷാജിയിൽ നിന്ന് 5,60,00,000 കോഴ വാങ്ങിയെന്നാണ് റിപ്പോർട്ട്. ബിജെപി സഹകരണ സെൽ കൺവീനർ RS വിനോദാണ് കോഴ വാങ്ങിയത്. വാങ്ങാൻ ഉദ്ദേശിച്ചത് 15 കോടി ആയിരുന്നു. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണല്ലോ നിലവിൽ ഈ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ? അരുൺ, ബിജെപിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ വാർത്ത കൂടുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മെഡിക്കൽ സീറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം വർക്കലയിലെ ഒരു സ്വാശ്രയ സ്ഥാപനത്തിന്, സ്വാശ്രയ മെഡിക്കൽ കോളേജിന് 150 സീറ്റുകൾ അനുവദിക്കുന്നതിന് വേണ്ടി 15 കോടി രൂപ ആവശ്യപ്പെട്ടു. അതിൽ 5 കോടി രൂപ കോഴ നൽകി, ബിജെപി നേതൃത്വത്തിന് നൽകി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമയ്ക്കാണ് MBBSന് 150 സീറ്റുകൾ അധികമായി അനുവദിക്കാൻ നടത്തിയ ഇടപെടലുകളിലാണ് കേരളത്തിലെ ബിജെപി പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. വർക്കലയിലെ SRM മെഡിക്കൽ കോളേജിലെ ഉടമ ഷാജിയാണ് ഇത് 5 കോടി രൂപ കൈമാറിയത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണം ബിജെപി പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലേക്ക് നീങ്ങി. അന്വേഷണം 2-അംഗ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയത്. അതിൽ KP ശ്രീശൻ, AK നസീർ എന്നിവരുൾപ്പെട്ട കമ്മീഷനാണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ പണം വാങ്ങിയതായി തെളിഞ്ഞിട്ടുണ്ട്. അതാണ് റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്ത് വരുന്നത്. ഈ 2-അംഗ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് ശനിയാഴ്ച ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി സംസ്ഥാന സമിതി പരിഗണിക്കാനിരിക്കെയാണ് കമ്മീഷന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്ത് വരുന്നത്. റിപ്പോർട്ടിൽ വർക്കലയിലെ പ്രമുഖ സ്വാശ്രയ സ്ഥാപനമായ SRM മെഡിക്കൽ കോളേജിന് 150 സീറ്റുകൾ അധികമായി അനുവദിക്കാൻ കേരളത്തിലെ ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടത് 15 കോടി രൂപയാണ്. ഇന്ത്യയിൽ എവിടെയും ആർക്കും സഹായം ലഭ്യമാക്കുന്ന കേരളത്തിലെ ബിജെപിക്കാർക്ക് പ്രിയങ്കരനായ സതീഷ് ആയിരുന്നു ഇതിൻ്റെ ഇടനിലക്കാരൻ. ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉപജാപങ്ങളിൽപ്പെട്ട ആളാണ് സതീഷ് എന്നാണ് ഇപ്പോൾ ഇതിലൂടെ വാർത്തകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ ചില പ്രബല നേതാക്കളും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 കോടി രൂപയാണ് ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ഗഡുവായി നൽകിയത്. പിന്നീട് പണം ബാക്കി കാര്യം നടക്കാതെ വന്നതോടുകൂടി മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം നേടിക്കൊടുക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതാണ് പീപ്പിൾ TVയുടെ 2 വിൻഡോകളിൽ ഒന്നിൽ നിലവിൽ കാണുന്നത്. സംസ്ഥാന ബിജെപി നേതൃത്വത്തെയും വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള നിഷേധങ്ങളും ഒരു ഭാഗത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇക്കാര്യം പാടെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിന്റെ കൃത്യമായ എവിഡൻസ്, സോളിഡ് എവിഡൻസ് ആണ് നിലവിൽ ഈ TV സ്ക്രീനിൽ കാണുന്നത്. ദിനകർ, തുടരാം. ഇത്തരത്തിൽ പണം 5 കോടി രൂപ ആദ്യം കൈമാറിയിരുന്നു. ആദ്യ ഗഡുവായി 5 കോടി രൂപ കൈമാറിയിരുന്നു. SRM മെഡിക്കൽ കോളേജ് ഉടമ ഷാജിയാണ് ഈ പണം കൈമാറിയത്. പണം കൈമാറിയത് ബിജെപിയുടെ സഹകരണ സെൽ കൺവീനർ വിനോദിനാണ് പണം കൈമാറിയത്. വിനോദ് ഈ പണം സതീഷിന് കൈമാറുന്നു. എന്നാൽ കാര്യം നടക്കാതെ വന്നപ്പോൾ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കാതെ വന്നതോടുകൂടി SRM മെഡിക്കൽ കോളേജിൻ്റെ ഉടമ ഷാജി ബിജെപി നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതി അതോടൊപ്പം തന്നെ ബിജെപിയിലെ മറ്റൊരു വിഭാഗം ഇതിനെതിരെ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണം എന്ന നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-അംഗ കമ്മീഷനെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിയമിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനോദ്, അതായത് ബിജെപി സഹകരണ സെൽ കൺവീനർ വിനോദ് മൊഴി നൽകുകയും ചെയ്തു. പണം നൽകിയിട്ടുണ്ട്, തനിക്ക് പണം ലഭിച്ചു. ഈ പണം താൻ ദില്ലിയിലെ ഇടനിലക്കാരനായിട്ടുള്ള സതീഷിന് കയ്യിൽ എത്തിച്ചു എന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബിജെപിക്കുള്ളിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച ആലപ്പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃയോഗം ചേരുന്നുണ്ട്. ഈ നേതൃയോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ആകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനിലക്കാരൻ സതീഷ് പല പ്രമുഖരുടെയും ബിനാമിയായി പ്രവർത്തിക്കുന്നു എന്നും സൂചനകൾ ഉണ്ട്.
അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരുടെ ചില പേരുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ചെർപ്പുളശ്ശേരിയിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പണം നൽകിയത് MT രമേശ് വഴിയാണെന്നും ഉള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും അന്വേഷിക്കണം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ BJPയിലെ ഒരു വിഭാഗം ഉള്ളത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJP സർക്കാരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അംഗീകാരം വാങ്ങി നൽകാൻ കോഴ നൽകി എന്ന ആരോപണം ഉയർന്നു വരുമ്പോൾ സംസ്ഥാന BJPയെ അത് വലിയ തോതിൽ BJPക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടംഗ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അരുൺ, തീർച്ചയായും അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് കുമ്മനം രാജശേഖരനെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും അങ്ങനെ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സുരേശനും സംസ്ഥാന സെക്രട്ടറി AK നസീറും അടങ്ങുന്ന അന്വേഷണ സമിതി ഇത് അന്വേഷിക്കുകയും ചെയ്തത്. ദിനകർ, ഇത് പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാൻ വലിയ തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നല്ലോ, പുറത്തേക്ക് പോകാതെ. പക്ഷേ ഈ കൃഷ്ണദാസ് പക്ഷവും V മുരളീധരൻ പക്ഷവും തമ്മിലുള്ള ബലാബലമാണ് വലിയ തരത്തിലേക്ക് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടെത്തിച്ചത്. യഥാർത്ഥത്തിൽ ഇത് നിലവിൽ ഏത് തരത്തിലാണ് ബാധിക്കുന്നവരെ? തീർച്ചയായും അരുൺ, കാരണം BJP കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിൽ വലിയ ഒരു കോഴ വിവാദം അവരുടെ മേൽ വന്ന് പതിക്കുന്നത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SRM ഉടമ ഷാജി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ കമ്മീഷന് മുൻപാകെ മൊഴി നൽകുകയും ഈ മൊഴിയിൽ താൻ 5 കോടി രൂപ നൽകിയിട്ടുണ്ട്, അത് ദില്ലിയിൽ കുഴൽപ്പണം വഴിയായാണ് എത്തിച്ചത് എന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനോദും താൻ പണം വാങ്ങിയെന്നും താൻ വാങ്ങിയ പണം സതീഷ് എന്ന വ്യക്തിയെ ഏൽപ്പിച്ചു എന്നും വിനോദും വ്യക്തമാക്കിയിട്ടുണ്ട്. വിനോദ് BJPയുടെ സഹകരണ സെൽ കൺവീനർ കൂടിയാണ് വിനോദ്. ഈ അന്വേഷണത്തിലും ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ഈ അന്വേഷണത്തിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. BJPയെ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ കോഴ വിവാദം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിൽ BJPക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കും. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രമുഖരായിട്ടുള്ള നേതാക്കളിലേക്ക് കൂടി ഇതിൻ്റെ സ്വാഭാവികമായും ഇതിൽ പങ്കാളികളാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം വാർത്തകൾ പല രീതിയിൽ പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശനിയാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുൺ, ഈ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ തമ്മിലുള്ള ബലാബലത്തിന് കൂടി പോരാട്ടത്തിന് കൂടി ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണോ? അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന ഘടകവും അതുവഴി കേന്ദ്ര നേതൃത്വവും എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അമിത്ഷായുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം കൂടിയായിരുന്നല്ലോ ഈ അന്വേഷണം. തീർച്ചയായും അരുൺ, ഇക്കാര്യത്തിൽ കേരളത്തിലെ BJPക്കുള്ളിൽ 2 ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പല ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. നേതാക്കൾ പല പക്ഷം ചേർന്ന് നിൽക്കുന്നുണ്ട്. അതിന് ആക്കം കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത് BJPക്കുള്ളിലെ ഗ്രൂപ്പിസം മറന്നീക്കി പുറത്തു വരാൻ ഈ കോഴ വിവാദം ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പാർട്ടിയെ വലിയ വീഴ്ചയിലേക്ക് ആണ് ഈ കോഴ വിവാദം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPക്ക് തുടർന്നും മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ ശക്തമായ നടപടി എടുത്തേ പറ്റൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ഈ പാലക്കാട് കോളേജുമായി ബന്ധപ്പെട്ട് നേരത്തെ കോഴ വാങ്ങി എന്ന ആരോപണം ഗൗരവമായി നിലനിന്നിരുന്നു. അക്കാര്യങ്ങളെക്കുറിച്ച് കൂടി ഇതിൽ പരാമർശിക്കുന്നുണ്ടോ, അതോ ഈ കോഴ മാത്രമാണോ ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത്? അരുൺ, ഈ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നും രണ്ടംഗ കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിലും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ചെർപ്പുളശ്ശേരിയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പണം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അക്കാര്യം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. എന്നാൽ പോലും പല നേതാക്കൾക്കും ഇത്തരം ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്.
ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന നേതൃയോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൂടി കൈക്കൊള്ളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. 150 സീറ്റുകൾ അധികമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് 15 കോടി രൂപ കോഴ നൽകാം, അല്ലെങ്കിൽ കോഴ ആവശ്യപ്പെടുകയും കോഴ നൽകാമെന്ന് സമ്മതിക്കുകയും അതിൽ 5,60,00,000 രൂപ SRM ഉടമ ഷാജി കൈമാറുകയും ചെയ്തു. കൈമാറിയത് BJP സഹകരണ സെൽ കൺവീനർ വിനോദിനാണ്. വിനോദ് ഈ പണം ദില്ലിയിലെ സതീഷ് എന്ന വ്യക്തിക്ക് കൈമാറി. സ്വാഭാവികമായും ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളാണ് സതീഷ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിനു മുകളിൽ അല്ലെങ്കിൽ കേരള നേതാക്കൾക്കപ്പുറം ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നേതാക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും 5,60,00,000 രൂപ കുഴൽപ്പണം വഴിയാണ് 5,60,00,000 രൂപ ദില്ലിയിൽ എത്തിച്ചത് എന്നും വിനോദ് മൊഴി നൽകിയിട്ടുണ്ട്. വിനോദ് ഈ അന്വേഷണ കമ്മീഷൻ മുൻപാകെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്, ഷാജി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ BJP ചില നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ ഒരു തിരിച്ചടി അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് പെട്രോൾ കുംഭകോണം നമ്മൾ കണ്ടിട്ടുണ്ട്. BJP ഭരിക്കുന്ന സമയത്ത് പെട്രോൾ പമ്പ് അനുമതി നൽകാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് കോഴ വിവാദം ഉയർന്നു വന്നതും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മെഡിക്കൽ കോളേജിന് കൂടുതൽ MBBS സീറ്റുകൾ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കോഴ വാങ്ങിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അത് പാർട്ടി അന്വേഷിക്കുന്നു. ആ അന്വേഷണ കമ്മീഷൻ ചില കണ്ടെത്തലുകൾ നടത്തുന്നു. അതിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന ഒരു കണ്ടെത്തലിലാണ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് പരാതിയിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഉചിതമായ നടപടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സ്വീകരിക്കണം എന്ന് കുമ്മനം രാജശേഖരൻ നൽകിയ റിപ്പോർട്ടിൽ KP ശ്രീശനും അതോടൊപ്പം തന്നെ AK നസീറും ഉൾപ്പെട്ട കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അരുൺ, എന്തായാലും തുടർച്ചയായി PCR-ൽ നിന്ന് BJP നേതാക്കന്മാർ MD രമേശ് അടക്കമുള്ള നേതാക്കന്മാരെ PCR-ൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ആരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദിനകർ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇതിന്റെ കാതലായ പ്രശ്നം. ഒന്ന്, ചരിത്രപരമായ നേട്ടം എന്ന് അവർ അവകാശപ്പെടുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണല്ലോ അവർ ഇക്കാര്യത്തിൽ അവകാശപ്പെടുന്നത്. ചരിത്രത്തിൽ ആദ്യമായി BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു. അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നവർ പറയുന്നു. നേരത്തെ ഇക്കാര്യത്തിൽ ദിനകർ സൂചിപ്പിച്ച പോലെ തന്നെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി അഴിമതി ഉണ്ടാകുകയും സംസ്ഥാന ഘടകത്തിൽ നിന്ന് വളരെ സ്പഷ്ടമായി നടപടി ഉണ്ടാകുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അഴിമതിരഹിതമായ പ്രതിച്ഛായ തങ്ങൾക്കുണ്ട് എന്ന് ദേശീയ തലത്തിലടക്കം കൊട്ടിഘോഷിക്കുകയും പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ കൃത്യമായ അഴിമതി കാര്യത്തിൽ നടത്തുകയും ചെയ്യുന്ന പൊള്ളയായ മുഖം, അതാണല്ലോ ഈ റിപ്പോർട്ടിലൂടെ നിലവിൽ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി അവർ അഭിമുഖീകരിക്കുന്നത്? അതിനെ തരണം ചെയ്യാൻ അവർക്കാവുക ഈ ഘട്ടത്തിൽ? അരുൺ, ഇക്കാര്യത്തിൽ സ്വാഭാവികമായും BJP വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. യാതൊരു പ്രതികരണവും പാടില്ല എന്നുള്ള നിർദ്ദേശവും സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ പോലും പ്രതികരിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് BJP നേതാക്കൾ ഇതിനു പിന്നിൽ വലിയ നേതാക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും അത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം വളരെ രഹസ്യമായി അവർ സമ്മതിക്കുന്നത് ഇത് കൃത്യമായി ഇത്തരത്തിൽ കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ്, അതായത് ഇത്തരത്തിലുള്ള വാർത്ത ഇപ്പോഴാണല്ലോ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് സോളിഡ് എവിഡൻസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. കൈക്കൂലി വാങ്ങി, വലിയ തരത്തിൽ കോഴ വാങ്ങി എന്നതിന്റെ വലിയ തെളിവാണ് ഈ പീപ്പിൾ TVയുടെ ഈ വിൻഡോയിൽ കാണുന്നത്. അതിന്റെ കൃത്യമായ റിപ്പോർട്ടാണിത്. അതായത് ഈ അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗം ദിനകർ ഇതിനു മുമ്പായിരുന്നല്ലോ വിളിച്ചത്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ, കാരണം ഇതിനും അപ്പുറം മറ്റൊരു തെളിവില്ല, കൃത്യമാണ്
കോഴ വാങ്ങി എന്നുള്ളത് സ്പഷ്ടമാണ്. എങ്ങനെയാകും ഈ സംസ്ഥാന കമ്മിറ്റി പുരോഗമിക്കുക, പ്രത്യേകിച്ച് ഈ ഇരുപക്ഷങ്ങളും തമ്മിലുള്ള ബലാബലം നടക്കുന്ന സാഹചര്യത്തിൽ കൂടി? കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരാൻ അവരിൽ ചിലർക്കും പങ്കുണ്ടല്ലോ. തീർച്ചയായും അരുൺ, ഇത് BJP-ക്കുള്ളിലെ ബലാബലത്തിൽ വലിയ ചേരിമാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നേതാക്കൾക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ള നിലപാട് ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അന്വേഷണ റിപ്പോർട്ട് തന്നെ പുറത്ത് വരുന്നത്. ഈ റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായും BJP നേതൃത്വത്തെ അത് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 15 കോടി രൂപയാണ് മെഡിക്കൽ കോളേജിൽ സീറ്റുകൾ കൂടുതലായി അനുവദിക്കുന്നതിന് ചോദിച്ചത്. അതിൽ 5,60,00,000 രൂപ കൈമാറുകയും ചെയ്തു. അത് കുഴൽപ്പണമായിട്ടാണ് ദില്ലിയിൽ എത്തിച്ചത് എന്നും വ്യക്തമാകുന്നു. ഇക്കാര്യത്തിൽ SRM ഉടമ ഷാജി പരാതി നൽകുന്നു BJP നേതൃത്വത്തിന്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2-അംഗ കമ്മീഷനെ നിയമിക്കുന്നു. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്, പീപ്പിൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത്. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന വസ്തുതകൾ കൃത്യമാണ്. കാരണം പരാതിയിൽ കഴമ്പുള്ളതായി അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് BJP-യിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കും. അതോടൊപ്പം തന്നെ BJP-യുടെ കേരളത്തിലെ അവസ്ഥ പരുങ്ങലിലേക്ക് മാറും. കാരണം BJP ക്ലീൻ ഇമേജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ കോഴ വാങ്ങിയതിന് വ്യക്തമായ തെളിവുണ്ട്. അതിന് കൃത്യമായ മൊഴി ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നു. പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ തന്നെ അക്കാര്യം വെളിച്ചത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇതിലൂടെ BJP-യുടെ ഒരു കള്ളമുഖമാണ് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അരുൺ, ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കൂടുതൽ സീറ്റ് വാങ്ങി നൽകുന്നതുമായി ബന്ധപ്പെട്ട് BJP കോഴ നൽകിയെന്ന ആരോപണം യഥാർത്ഥത്തിൽ ഈ കോളേജ് ഉടമ ഉന്നയിക്കുകയും മുരളീധര പക്ഷം ആരോപിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നല്ലോ കുമ്മനത്തെ കൊണ്ട് അമിത്ഷാ ഈ അന്വേഷണം യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചത്. ഇക്കാര്യത്തിൽ സ്പഷ്ടമായ നടപടി സ്വീകരിക്കണം എന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിലവിൽ പറയുന്നുണ്ടോ? നടപടി എന്താണ് എന്ന് ശുപാർശ ചെയ്യുന്നുണ്ടോ? എന്താണ് അതിന്റെ സമഗ്രമായ ഒരു കണ്ടന്റ്? അരുൺ, ഇക്കാര്യത്തിൽ പരാതിയിൽ കഴമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് അതിൽ വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തായിരിക്കണം നടപടി എന്നുള്ളത് സംബന്ധിച്ച് പറയുന്നില്ല. അതോടൊപ്പം കൃത്യമായ അന്വേഷണം, ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന ശുപാർശയും ഇതിൽ ഉണ്ട്. കമ്മീഷന്റെ തീരുമാനങ്ങൾ ആണ് ഇപ്രകാരമാണ്. വളരെ ഗുരുതരമായ അഴിമതി ആരോപണമാണെന്നതിൽ ഒരു സംശയവും ഇല്ല. പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന കേന്ദ്ര ഭരണത്തിൽ ഇത്തരം നടപടികൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ഇവിടെ കേരളം ഉൾപ്പെടെ രാജ്യത്ത് എമ്പാടും മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം വാങ്ങിക്കൊടുക്കുന്ന വലിയ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കോടികൾ കോഴ വാങ്ങി മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം വാങ്ങി നൽകുന്നു എന്നതിനാലാണ് 2016 മുതൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരമായി ലോധ കമ്മിറ്റി നിയമിച്ചതെന്നും എന്നാണ് തങ്ങളുടെ വിലയിരുത്തൽ. എന്നിട്ടും ഇത്തരം അഴിമതികൾ നടക്കുന്നതിന് പിന്നിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ പരാതിയിലെ മുഖ്യ ആരോപണ വിധേയരിൽ ഒരാളായ സതീഷ് നായർ ദില്ലി ഇത്തരം നടപടികളിലൂടെ ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്നും ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരം ഫോട്ടോകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ ദുർവിനിയോഗം നടത്തിക്കൊണ്ട് തൻ്റെ സ്വാധീന ശക്തി കാണിച്ചുകൊണ്ട് വഞ്ചിക്കുന്നതായിട്ടാണ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളണം എന്നുമാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അരുൺ, തീർച്ചയായും എന്തായാലും PCR നിന്ന് നിരന്തരമായി BJP നേതാക്കളെയും BJP സഹയാത്രികരെയും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സോളിഡ് എവിഡൻസ് പ്രൂഫ് പുറത്തു വന്ന സാഹചര്യത്തിലാകാം വലിയ പ്രതിരോധത്തിൽ അവർ ആകും എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നത്. ആരോപണ വിധേയനായ MT രമേശിനെ നേരത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം പ്രതികരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒപ്പം VV രാജേഷിനെ BJP വക്താവ് VV രാജേഷിനെ വിളിച്ചിരുന്നു. VV രാജേഷും പ്രതികരിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഒപ്പം BJP സഹയാത്രികൻ KVS ഹരിദാസ് അടക്കമുള്ളവരെയും ബന്ധപ്പെട്ടു. പക്ഷേ ആരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതിനായി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭ്യമാക്കാം എന്ന് ഉറപ്പ് നൽകി കോഴ കൈപ്പറ്റിയ BJP നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിഷയം BJPയുടെ പാർട്ടി കമ്മിറ്റി അന്വേഷിക്കേണ്ട വിഷയമല്ല എന്നും കോടിയേരി.
കേന്ദ്രഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിവ് നടത്തുന്നു എന്ന് BJPക്ക് അകത്ത് തന്നെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എഴുതിക്കൊടുത്തുകൊണ്ടുള്ള ആരോപണം തന്നെ ചില BJP നേതാക്കന്മാർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് BJPക്ക് തന്നെ ഒരു കമ്മിറ്റിയെ ഇതിൽ നിശ്ചയിക്കേണ്ടി വന്നു. കമ്മിറ്റി അന്വേഷിച്ച ആരോപണത്തിന് വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ആക്ഷേപത്തിൻ്റെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇതൊരു നിയമാനുസൃതമായ അന്വേഷണത്തിന് വിധേയമാക്കണം. അഴിമതി എന്നുള്ളതൊരു പാർട്ടി അന്വേഷിച്ച് മൂടിവെക്കേണ്ടുന്ന കാര്യമല്ല. കോവളം MLA A. വിൻസെന്റിനെതിരെ പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. MLAയുടെ നിരന്തര പീഡനത്തിൽ മനംനൊന്ത് വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന ഭർത്താവിന്റെ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയുടെ നില ഗുരുതരമാണ്. വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് കോവളം MLA M. വിൻസെന്റിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. വിൻസെന്റിന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ മരിച്ചു കളയുക, ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥയിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എത്തിയത്. ആ വീട്ടമ്മയെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടാണ് MLA സ്വീകരിച്ചത്. ഒരു MLA ഒരു പീഡനവീരനായി മാറുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒന്നല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണം, ഉടൻ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തെ. അതാണ് ഞങ്ങൾ പ്രധാനമായി ആവശ്യം.